അതാണല്ലോ സത്യത്തിൽ ഒരു വിഭാഗത്തെ ഷജറകൾ എന്ന് പറയുന്ന ആക്ഷേപിക്കുന്നത്. എന്താണ് ഈ ഷജറകൾ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെ ഈ 100 കൊല്ലത്തെ മുശാവറ തീരുമാനങ്ങൾ മുഴുവനും അംഗീകരിച്ചതുപോലെ ഇന്നത്തെ മുശാവറയുടെ തീരുമാനങ്ങൾ ഇന്നും നാളെയും ഇനി മറ്റന്നാളും ഭാവിയിലും അംഗീകരിക്കുന്നവരാണ് ഷജറകളെങ്കിൽ ഞങ്ങളൊക്കെ ഷജറകളാണ് എന്ന് 100 വട്ടം പ്രഖ്യാപിക്കുകയാണ്. അതിന് നിങ്ങൾ മരക്കുറ്റി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും, അതിന് എന്തൊക്കെ പേര് പറഞ്ഞാലും, അതിന് സഖാക്കൾ എന്ന് വിളിച്ചാലും, എന്താക്ഷേപങ്ങൾ പറഞ്ഞാലും അതൊക്കെ പൂമാല പോലെ ഏറ്റുവാങ്ങാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ സമസ്തക്കാരുടെ നേതാവ്, സമസ്തയുടെ നേതാവ് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളെ നിങ്ങൾ സഖാവ് എന്ന് ആക്ഷേപിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റ് എന്ന് നിങ്ങൾ ചാപ്പകുത്തിയില്ലേ? എന്തായിരുന്നു കാരണം? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 2-3 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഉമ്മത്തിന് വേണ്ടി ഒരു കാര്യത്തിൽ ഇടപെട്ടു. കേരള ഗവൺമെന്റ് വഖഫ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് PSCക്ക് വിടാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഞാൻ അതിലേക്ക് വിശദമായി പ്രവേശിക്കുകയല്ല. സയ്യിദുൽ ഉലമ എന്താ പറഞ്ഞത്? PSCക്ക് വിടാൻ പാടില്ല, അതല്ലേ പറഞ്ഞത്? സമസ്ത അതല്ലേ പറഞ്ഞത്? എല്ലാ മുസ്ലിം സംഘടനകളും അതാ പറഞ്ഞത്. മുസ്ലിം ലീഗും പറഞ്ഞത് അത് തന്നെയായിരുന്നു. മുസ്ലിം ലീഗ് പറഞ്ഞത് അത് തന്നെ, സമസ്ത പറഞ്ഞത് അത് തന്നെ, സയ്യിദുൽ ഉലമ പറഞ്ഞത്. ഗവൺമെന്റിനോട് ശക്തമായ താക്കീത് നൽകി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യൻ ആ തലപ്പാവ് ധരിച്ച് ആ വിരൽ ചൂണ്ടി ഗവൺമെന്റിനോട് പറഞ്ഞു PSCക്ക് വിടാൻ പാടില്ല. എല്ലാവരും ഒന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ സയ്യിദുൽ ഉലമ ഒരു കാര്യം പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഈ സമരം അത് പള്ളികളിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സമരമായി മാറുമെന്ന് പത്രക്കാരുടെ മുന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞപ്പോ അത് നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായി പള്ളി മെമ്പറും വെള്ളിയാഴ്ച പള്ളിയിലെ ജുമുഅയും ഒരു സർക്കാരിനെതിരെ സമരാഗ്നിയായി മാറുമെന്ന് പറയുമ്പോ ആ സർക്കാരിന്റെ ആളുകൾ, ഇടതുപക്ഷത്തിന്റെ ആളുകൾ, CPMന്റെ ആളുകൾ രംഗത്ത് വരും. ഞങ്ങളൊക്കെ അനുഭവമാണ്. ഞാൻ എന്റെ നാട്ടിലെ മഹലിന്റെ പ്രസിഡന്റാണ്. അതിന്റെ ആ വ്യാഴാഴ്ച, ഈ പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വന്ന് പറഞ്ഞു, ഉസ്താദെ നമ്മുടെ ഖത്തീബിനോട് പറയണം ഈ നാളത്തെ പ്രസംഗത്തിൽ വഖഫ് എന്നൊരു വാക്ക് പറയരുത്. അത് പറഞ്ഞാൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും, പള്ളിയിൽ പ്രശ്നമാകും. ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് കൊപ്പം മഹലിലാണ്. കൊപ്പം മഹലിലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വന്ന് പറഞ്ഞു എന്നോട്, ഉസ്താദെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും പള്ളിയിൽ പറയരുത്. നിങ്ങൾ സാധാരണ പറയുന്നത് പോലെ ദീനി ഉപദേശങ്ങൾ നൽകുക. കാരണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചാൽ അത് പള്ളിയിൽ പ്രശ്നങ്ങളായി തീരും. അതുകൊണ്ട് പറയരുത്. ഇതായിരുന്നു എല്ലാ നാട്ടിലെയും പൾസ്. അപ്പോ ഇത് മനസ്സിലാക്കിയ സയ്യിദുൽ ഉലമ ഒന്നേ പറഞ്ഞുള്ളൂ, വഖഫ് സമരം, വഖഫ് വിഷയം PSCക്ക് വിടുന്നതിനെതിരെ പള്ളിയുടെ അകത്തളങ്ങൾ സമരത്തിന്റെ വഴിയായി ഉപയോഗപ്പെടുത്തരുത് എന്ന് ഈ പള്ളികൾക്കും മഹല്ലുകൾക്കും നേതൃത്വം നൽകുന്ന സമസ്തയുടെ നേതാവ് ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തിയില്ലേ? നിങ്ങൾ അന്ന് മുതലല്ലേ സയ്യിദുൽ ഉലമയെ ആക്രമിക്കാൻ തുടങ്ങിയത്? ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്